നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ കേസെടുത്തതിൽ ആളിക്കത്തി പ്രതിഷേധം. പിണറായി സർക്കാരിനെതിരെ വൻ ജനരോഷം. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധ പൂക്കളം. കേരള പോലീസ് പ്രതിക്കൂട്ടിൽ തന്നെ. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. ഇടുക്കിയിൽ സമരത്തിനിടെ യുവാവിന്റെ കണ്ണടിച്ചു തകർത്ത പോലീസുകാരൻ ഇപ്പോഴും സർവീസിൽ. നടപടി നിർദ്ദേശത്തിന് പുല്ലുവില. അടൂർ മുൻ SI ക്രൂരമായി മർദ്ദിച്ചെന്ന് റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ. സർക്കാർ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് ആഗോള അയ്യപ്പ സേവാ സംഘം. ശബരിമല വികസനത്തിനായി പ്രവർത്തിച്ച സംഘടനയെ ഒഴിവാക്കിയെന്ന് വിമർശനം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് മലപ്പുറം തിരുവാലി സ്വദേശിനി ശോഭന. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണം 5. ബീഹാറിൽ പ്രതിഷേധിക്കുന്ന രാഹുലിന്റെ ശ്രദ്ധയ്ക്ക്. സിദ്ദിഖിനെതിരെ വയനാട്ടിൽ ഇരട്ട വോട്ടാരോപണം. ഓണിവയലിലും പെരുമണ്ണയിലും സിദ്ദിഖിന്റെ പേരുണ്ടെന്ന് CPM. ബീഹാറിൽ ഒരുമിച്ചു നിൽക്കുന്നവർ കേരളത്തിൽ തമ്മിലടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മന്ത്രിമാർ പുറത്ത്. കഞ്ചിക്കോട്ട ഇൻഡസ്ട്രീസ് ഫോറം പരിപാടിയിൽ P. രാജീവിന് ക്ഷണമില്ല. K. കൃഷ്ണൻകുട്ടിയും അറിഞ്ഞതേയില്ല. മന്ത്രിമാർക്ക് അതൃപ്തി. ഡിജിറ്റൽ ടീമിന് മൂക്കുകയറിട്ട് KPCC. ദേശീയ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട. നേതൃത്വം പറയുന്നത് ആവർത്തിച്ചാൽ മതിയെന്നും നിർദ്ദേശം. ജമ്മു കശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വധിച്ച് സൈന്യം. കശ്മീരിലടക്കം 5 സംസ്ഥാനങ്ങളിൽ NIA പരിശോധന. സ്കൂളിൽ ദേശഭക്തി ഗാനത്തെ എതിർത്തവരുടെ റോഡ് ഉദ്ഘാടനം. മതപ്രാർത്ഥന ചൊല്ലി. മലപ്പുറം തൃപ്പങ്ങോട്ട് സ്വലാത്ത് ചൊല്ലുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക്. ഉദ്ഘാടന ചടങ്ങിൽ ഒരുമിച്ചെത്തി SDPI CPM നേതാക്കൾ. ജനം ബ്രേക്കിംഗ്. തൃശൂരിൽ ഇന്ന് പുലികൾ ഇറങ്ങും. 9 സംഘങ്ങളിലായി 459 പുലികൾ. സമഗ്ര കവറേജുമായി ജനം TV. വാർത്തകളിലേക്ക് വിശദമായി. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി. ഇടുക്കി തൊടുപുഴ സ്വദേശി മുരളീധരൻ VKയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. 2022 തൊടുപുഴ DYSP ആയിരിക്കെയാണ് മർദ്ദനം. വയർലെസ് വെച്ച് നെഞ്ചത്തും ഇടിച്ചെന്നും നെഞ്ചത്ത് ചവിട്ടി ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. പരാതി നൽകിയിട്ട് വകുപ്പ് നല്ല നടപടി ഉണ്ടായില്ലെന്നും ആരോപണം. പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ DYSP മധുബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് സംബന്ധമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും
അവിടെ വിളിച്ചു വരുത്തി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ സുഹൃതനായിട്ട് പല തെറികളും മനസ്സിന് കേൾക്കാൻ കൊള്ളൂല്ലാത്ത തെറികളെല്ലാം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വയർലെസ് ഫോൺ എന്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അതുകൂടാതെ അദ്ദേഹം ഈ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും അതിന്റെ ശേഷം അദ്ദേഹം വളരെ സുഹൃതനായിട്ട് വന്നു കഴിഞ്ഞ് നെഞ്ചത്ത് ചവിട്ടുകയും അവിടുന്ന് പോലീസുകാരെ കൂടി എന്നെ പിടിച്ചേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ ഇരു കർണവും കൈ ചുരുത്തി ഇടിക്കുകയും കൂടാതെ ഒത്തിരി തെറികൾ വിളിച്ചു. സുബിൻ തോമസ് ഒപ്പം ചേരുന്നുണ്ട്. സുബിൻ, ജനമൈത്രി പോലീസ് എന്ന് ആണ് വെയ്പ്പ്, പക്ഷേ ഇതിപ്പോൾ ഇടിമൈത്രി പോലീസാണെന്ന് വ്യക്തമാകുന്നു. ഓരോ ഇടത്തു നിന്നും ഓരോ പരാതികൾ ഉയർന്നു കേൾക്കുന്നു. അതാകട്ടെ ക്രൂരമായ മർദ്ദനത്തിൻ്റെ കഥകളാണ്. ഇവിടെ മധുബാബു വയർലെസ് സെറ്റ് വലിച്ച് നെഞ്ചത്തേക്ക് എറിയുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു. എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും മർദ്ദന പരാതി വരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി മുരളീധരൻ VKക്ക് ക്രൂരമർദ്ദനമേറ്റുവെന്ന പരാതിയാണ് വരുന്നത്. 2022 തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെയാണ് മർദ്ദനമുണ്ടായത്. വയർലെസ് വെച്ച് വലിച്ച് നെഞ്ചത്തെറിഞ്ഞുവെന്നും മറിഞ്ഞു വീണ മുരളീധരൻ്റെ നെഞ്ചിൽ ചവിട്ടിയെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയം. സുബിൻ തോമസ്, സുബിൻ, ഈ പരാതി കൊടുത്താൽ അത് പരിശോധിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ലല്ലോ. ഒരു പരാതിക്കാരൻ അവന് കൃത്യമായ സേവനം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അധികാര കേന്ദ്രങ്ങളിലേക്കും ചെല്ലുന്നത്. ഇതൊരു പരാതി പറയാനെത്തുന്നയാളെ നെഞ്ചത്തേക്ക് വയർലെസ് സെറ്റ് വലിച്ചെറിയുന്നു, നിലത്തിട്ട് നെഞ്ചത്ത് ചവിട്ടുന്നു. എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്യുന്നത്? തീർച്ചയായും അത്ര തന്നെയാണ്. വലിയ രീതിയിലുള്ള ക്രൂരത ഈ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ഈ പരാതിക്കാരനായ മുരളീധരൻ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ 2022 ഡിസംബർ മാസത്തിലാണ് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് ഈ മുരളീധരൻ, പരാതിക്കാരനുള്ള മുരളീധരനെ ഈ ഡിവൈഎസ്പി ഓഫീസിലേക്ക് വിളിച്ചു വരുന്നത്. ഇവിടെ വെച്ച് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് ഡിവൈഎസ്പി തന്നെ പ്രകോപിതനാവുകയായിരുന്നു എന്നുള്ളതാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. ഇതിനുശേഷം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും താനില്ല എന്ന് പറഞ്ഞതോടു കൂടിയാണ് കൂടുതൽ പ്രകോപിതനാവുകയും ഈ മേശപ്പുറത്തുണ്ടായിരുന്ന വയർലെസ് സെറ്റ് ഉപയോഗിച്ച് ഈ മുരളീധരനെ എറിയുകയും ചെയ്തത് എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത്. നെഞ്ചിൽ വന്നാണ് ഈ ഒരു വയർലെസ് സെറ്റ് പതിച്ചത്. ഉടൻ തന്നെ ഈ കസേരയോടുകൂടി മുരളീധരൻ പുറകിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനുശേഷം എഴുന്നേറ്റ് വന്ന മധുബാബു നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ഈ ഡിവൈഎസ്പി ഓഫീസിനുള്ളിലൂടെ വലിച്ചെടുക്കുകയും ചെയ്തുവെന്നും ഈ മുരളീധരൻ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇയാളെ തിരിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുരളീധരൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരു ഹൃദ്രോഗിയാണ്. ഈ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്. ഇതിനുശേഷം തൊടുപുഴയിലെ ഒരു ആശുപത്രിയിൽ എത്തുകയും ചികിത്സ ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ ഇവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെടൽ ഉണ്ടായി എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇന്ന് ഈ മുരളീധരൻ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു ആശുപത്രിയിൽ എത്തുകയും ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ അവിടെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഇടപെടൽ നടത്തിയെന്നുള്ളതാണ് ഈ ആരോപണം പറയുന്നത്. ഇതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയാണ് തുടർ ചികിത്സ ഉറപ്പാക്കിയതും ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതും എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത്. ഇതിനുശേഷമാണ് ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുകയുമുണ്ടായി. ഈ പരാതിയിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. 2022 ഡിസംബർ മാസം ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പരാതി നൽകുന്നു. പക്ഷേ നാളിതുവരെ ഈ പരാതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതിയിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് മുരളീധരൻ കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. അവിടെയും ഈ കേസുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലും മുരളീധരനെ സമ്മർദ്ദത്തിലാക്കാനും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ മറ്റൊരു പരാതി കൂടി വരുന്നു. തൊടുപുഴയിലായിരുന്നപ്പോൾ പരാതിക്കാരനെ വയർലെസ് സെറ്റ് നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞ് മറിഞ്ഞു വീണപ്പോൾ നിലത്തിട്ട് നെഞ്ചിൽത്ത് ചവിട്ടി എന്നാണ് ആ പരാതി വരുന്നത്. ആ പരാതി
കൃത്യമായി അറിയിക്കേണ്ടിടത്ത് അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം. മറ്റൊരു വാർത്ത കൂടി, വീണ്ടും പോലീസ് ക്രൂരത എന്ന വാർത്തയാണ്. പോലീസ് അതിക്രമത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും നടപടിയില്ല. തൊടുപുഴ സ്വദേശിയായ ബിലാൽ സമദിനാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ 2022 സംഭവം. ഇടുക്കി AR ക്യാമ്പിലെ പോലീസുകാരനായിരുന്ന അജിൻ DD ആണ് ലാത്തി കൊണ്ട് യുവാവിൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചത്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നൽകിയ പരാതിയിൽ അജിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും അതുണ്ടായില്ല. 2022 ജൂൺ 14 സുബിനിലേക്ക് വീണ്ടും. സുബിൻ, ഇതിപ്പോൾ മറ്റൊരു പരാതി, അതായത് ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന യുവാവിൻ്റെ കണ്ണ് ലാത്തി കൊണ്ട് അടിച്ചു തകർക്കുന്നു, അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. ഇതൊക്കെ കൃത്യമായി പരാതിയായി നൽകി ആ പരാതിക്കുമേൽ നടപടി നിർദ്ദേശം വന്നിട്ട് പോലും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന ചോദ്യം. ഇത്തരം ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ ജില്ലാ പോലീസ് മേധാവിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ അല്ലെങ്കിൽ അത്യന്തം ഖേദകരമായ ഒരു കാര്യം എന്നുള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നില്ല എന്നുള്ള കാര്യത്തിന് ഇത് തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇത്തരത്തിലൊരു വിഷയം തന്നെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്നൊരു മറുപടിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഇത്തരത്തിൽ 5 മാസം മുമ്പ് റിപ്പോർട്ട് വന്നിട്ട് ഈ സമയം പോലും ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ അന്വേഷണമോ അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. 2025 മാർച്ച് മാസത്തിലാണ് ഈ ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണം, കൃത്യമായ അന്വേഷണം നടത്തണം. ഈ അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണമെന്നുള്ളതാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വിശദമായി പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനോ ഇതിന് നടപടിയെടുക്കാനോ ഇതുവരെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടലുണ്ട് എന്നുള്ളതാണ് ബിലാൽ ആരോപിക്കുന്നത്. 2022 തന്നെയാണ് ഈ ഒരു കേസും നടന്നിട്ടുള്ളത്. ഒരു സമരവുമായി ബന്ധപ്പെട്ട് ലാത്തിച്ചാർജ് ഉണ്ടാവുകയും ഈ ലാത്തിച്ചാർജിനിടെ AR ക്യാമ്പിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ അജിൻ എന്നയാൾ പോലീസുകാരൻ ഈ ബിലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് അടിക്കുകയുമായിരുന്നു, കണ്ണിനടിക്കുകയുമായിരുന്നു. അന്ന് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. 21ഓളം കുത്തിക്കെട്ടുകളും ഈ കണ്ണിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത്. അത്രത്തോളം ഗുരുതരമായ പരിക്കാണ് ഒരു ലാത്തി ചാർജിനിടെ ഉണ്ടായത്. ലാത്തി ചാർജിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ മുഖത്തടിക്കരുത്, തലയിൽ അടിക്കരുത് എന്നുള്ള നിബന്ധനകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തി ഇത്തരത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പോലീസിന്റെ അന്നത്തെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ബിലാൽ എന്തായാലും പറയുന്നത്. തുടർച്ചയായി സമര പ്രതിഷേധ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ബിലാൽ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു സ്ഥിരം നോട്ടപ്പുള്ളിയുമാണ്. ആ ഒരു നോട്ടപ്പുള്ളി ആയിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബിലാൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളം എടുത്തു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താനും ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാനും ഏകദേശം 2 വർഷത്തിലധികം എടുത്തു. ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ നടപടി വേണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോഴും ഇതിൽ ഉദ്യോഗസ്ഥർ ഇടപെടെടുത്തു അല്ലെങ്കിൽ എന്ത് നടപടി എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ SP സംസാരിച്ചപ്പോൾ പോലും നമുക്ക് മനസ്സിലായത്. താൻ ഇതേപ്പറ്റി ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, ഇത്തരത്തിലൊരു സംഭവത്തെ പറ്റി തനിക്ക് അറിവില്ല എന്നൊരു മറുപടി എഴുതാനും ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിൽ നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും ഇതിലൊന്നും തന്നെ കൃത്യമായി ഇടപെടാൻ പോലീസ് സേനയ്ക്ക് തന്നെ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഇടുക്കി ജില്ലയിൽ ഉടലെടുത്തിട്ടുള്ളത്. നിലവിൽ ഈ പരാതിയിന്മേൽ അല്ലെങ്കിൽ ഈ ഒരു നടപടിയിന്മേൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥനെതിരെ ഈ അതിനെതിരെ നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ്. സമരത്തിനിടെ യുവാവിന്റെ കണ്ണ് ലാത്തി കൊണ്ടടിച്ച് തകർത്തിട്ടും അത് പരാതിയായി ബോധിപ്പിച്ചിട്ടും നടപടിയെടുക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ആ പോലീസുകാരൻ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്. പത്തനംതിട്ട അടൂർ പോലീസിനെതിരെ ആരോപണവുമായി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ രംഗത്ത്. അടൂർ സ്റ്റേഷനിൽ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെയാണ് പരാതി. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നു. മെയ് 27 സാമ്പത്തിക തർക്കവുമായി സ്റ്റേഷനിലെത്തിയ ബാബുവിനെയാണ് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് പരാതി പറയുന്നു.
അത് ഈ ഒരു പരാതിയുടെ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ളൊരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ എവിടുന്നോ അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും പിന്നെ എന്നെ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാൻ എന്തെല്ലാം ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം എൻ്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് ഇതിപ്പോൾ മൂന്നാമത്തെ വാർത്തയാണ്. അതായത് പോലീസിന്റെ ക്രൂരത മാത്രമല്ല, ആ ക്രൂരത ബോധ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ഈ ക്രൂരതയോളം വലിപ്പമുള്ള മറ്റൊരു ചെയ്തിയാണ് ഈ പരാതിക്കുമേൽ പരിഹാരമുണ്ടാകുന്നില്ല എന്നത്. അതായത് അത്തരം ഇടിയന്മാരായ പോലീസുകാർ, അവർക്കെതിരെ ഒരു നടപടിയും നിർദ്ദേശിക്കപ്പെട്ടിട്ട് പോലും ഉണ്ടാകുന്നില്ല. ഇവിടെ SI അനൂപ് ചന്ദ്രൻ അസഭ്യം പറഞ്ഞു, മർദ്ദിച്ചു. അതായത് ഇയാൾ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ സംസാരിക്കുകയാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ്. രാജി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. അത് പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടുന്നില്ലെന്നാണ് പള്ളിക്കൽ സ്വദേശി 68 വയസ്സുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാബു പറയുന്നത്. അടൂർ പള്ളിക്കൽ സ്വദേശി വി ബാബു പോലീസിനെതിരെ ഉന്നയിക്കുന്ന പരാതി ഇങ്ങനെയാണ്. നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായി. ഈ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയാണ് കേസുമായി അടൂർ പോലീസിനെ സമീപിക്കുന്നത്. മെയ് 27-ാം തീയതി പോലീസിൽ പരാതി നൽകി പിന്നീട് CI മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. മെയ് 27-ാം തീയതിയാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. തുടർന്ന് CIയുടെ നേതൃത്വത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾ പരാതിക്കാരനായ പള്ളിക്കൽ സ്വദേശി ബാബു മറ്റ് സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായിരുന്ന ആളുമായുള്ള പരാതികൾ ഒത്തുതീർപ്പിലാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് വെക്കാൻ ഒത്തുതീർപ്പ് മധ്യസ്ഥതയായി. തുടർന്ന് പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്താണ് സ്റ്റേഷനിലേക്ക് SI അനൂപ് ചന്ദ്രൻ കയറി വരുന്നത്. പിന്നീട് ഈ SI ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിച്ചു എന്നാണ് ബാബു പരാതി പറയുന്നത്. ഈ സമയത്ത് ബാബുവിന്റെ ഭാര്യ സ്റ്റേഷന് പുറത്ത് ഉണ്ടായിരുന്നു. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ടും പോലീസ് SI അകാരണമായി മർദ്ദിക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ജാതീയമായി അധിക്ഷേപിച്ചു എന്നും പരാതിയുണ്ട്. ദളിത് സംഘടനാ പ്രവർത്തകർ കൂടിയാണ് ബാബുവും ഭാര്യയും. ഈ സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം. സംഭവത്തിന് പിന്നാലെ SIയെ സ്ഥലം മാറ്റിയെന്നും മറ്റ് പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകിയിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. സംഭവ ദിവസത്തെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് DYSPക്ക് ബാബു അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഈ CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടില്ല. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അടൂർ പോലീസ് SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ ഉയരുന്നു. അതിൽ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നു. തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇത് തുടർ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ബാബു 68 വയസ്സുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാബു പോലീസിനെതിരെ ഉന്നയിക്കുന്ന പരാതി. കൃഷ്ണരാജ്. ശരി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല എന്ന പരാതികൾ നീളുകയാണ്. വിവരം നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി.
കേരള ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സുപ്രീം കോടതി. ക്രിമിനൽ കേസുകളിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയെയാണ്. രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ഒപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, കേരളത്തിൽ നിന്നുള്ളൊരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ് കൂടാതെ സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് നേരിട്ട് വരുന്ന ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന വിഷയത്തിലാണ് ഹൈക്കോടതിക്കെതിരെ ഇത്തരത്തിലൊരു വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം. രാജ്യത്തെ മറ്റൊരു ഹൈക്കോടതിയിലും ഈയൊരു നടപടി നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ നേരിട്ട് ഫയൽ ചെയ്യുന്ന കേസുകളിൽ അത് പരിഗണിക്കുന്ന നടപടിയാണ് സുപ്രീം കോടതി വിമർശിച്ചിട്ടുള്ളത്. ഇത്തരം കേസുകളുടെ വിശദാംശങ്ങൾ അറിയാവുന്നത് വിചാരണ കോടതിയിലും സെഷൻസ് കോടതികൾക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നേരിട്ട് ഫയൽ ചെയ്യുന്ന കേസുകൾ ഹൈക്കോടതികൾ പരിഗണിക്കുകയാണെന്ന വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി രജിസ്ട്രാർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കൂടാതെ അമിക്കസ് ക്യൂരിയായി സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയാണ് കോടതി നിയോഗിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിന്മേൽ ഒക്ടോബർ 14 വിശദമായ വാദം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ കോടതി ചൂണ്ടിക്കാട്ടിയത് കേരള ഹൈക്കോടതിയുടെ നടപടി നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നൊരു നിരീക്ഷണം കോടതിക്കില്ല. പക്ഷേ നേരിട്ട് വരുന്ന ഇത്തരം ജാമ്യഹർജികളിൽ, അതും ക്രിമിനൽ കേസുകളിൽ നേരിട്ട് വരുന്ന ജാമ്യഹർജികളിൽ ഇത്തരത്തിൽ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഒക്ടോബർ 14 കേൾക്കും എന്ന കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ക്ഷണമില്ല. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം സംഘടിപ്പിക്കുന്ന സമ്മിറ്റിലാണ് മന്ത്രിയെ ക്ഷണിക്കാത്തത്. കേന്ദ്ര സർക്കാർ കഞ്ചിക്കോടിനെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് പ്രത്യേക യോഗം ചേരുന്നത്. വ്യവസായ മന്ത്രിക്കും ക്ഷണമില്ല. യോഗത്തിൽ ക്ഷണിക്കാത്തതിൽ മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇതൊരു വ്യവസായ പരിപാടിയാണ്. സ്വാഭാവികമായും പി രാജീവനെങ്കിലും ക്ഷണം കിട്ടണം. അതുമുണ്ടായിട്ടില്ല. പാലക്കാട്ടെ മന്ത്രിക്കും അത് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ യോഗം ചേരുന്നത്? കൃഷ്ണരാജ്, വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ക്ഷണമുണ്ട്. പക്ഷേ പാലക്കാട്ടെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിക്കാണ് ഈ പരിപാടിക്ക് ക്ഷണമില്ലാത്തത് എന്നുള്ളതാണ്. അതായത് ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി. പക്ഷേ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പ്രധാനമായിട്ടും ക്ഷണിച്ചിരിക്കുന്നത് 3 പേരെയാണ്. മന്ത്രിമാരിൽ ആയിട്ട് വിളിച്ചിട്ടുള്ള 2 മന്ത്രിമാർ, ഒന്ന് MP രാജേഷ്, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായ P രാജീവ് എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട്. നോട്ടീസിലും ഇവരുടെ പേര് വിവരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം മലമ്പുഴ MLAയും ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. EK നായനാർ കൺവെൻഷൻ സെൻറ്റർ കഞ്ചിക്കോട്, ഇവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടികളാണ് കഞ്ചിക്കോട്ടെ വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി, പ്രത്യേകിച്ച് ജില്ലയുടെ ചാർജുള്ള മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയെ പരിപാടിക്ക് ക്ഷണിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ അവിടെ ക്ഷണമുണ്ടായില്ല എന്നുള്ളതാണ്. വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ മന്ത്രിയെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വ്യവസായ വകുപ്പും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ബോധപൂർവം മന്ത്രിയെ ഒഴിവാക്കിയതാണോ എന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ മന്ത്രിയുടെ പാർട്ടിക്കാണെങ്കിലും പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഒക്കെ വലിയ അതൃപ്തി ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി, ആ പരിപാടിക്ക് ഇങ്ങനെ ക്ഷണിക്കാതിരുന്നിരിക്കുന്നു എന്നുള്ളത്, അതും ജില്ലയുടെ ചാർജുള്ള മന്ത്രിയെ തന്നെ ക്ഷണിക്കാതിരുന്നിരിക്കുന്നു എന്നുള്ളതിൽ വലിയ അതൃപ്തി പുകയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ഇത്തരം ഒരു പരിപാടി കഞ്ചിക്കോട് നടക്കുന്നത്. ശരി, ഏതായാലും വ്യവസായ മന്ത്രിക്ക് ക്ഷണമുണ്ട്. അതേ സമയത്താണ് പാലക്കാട്ടെ മന്ത്രിക്ക് ക്ഷണമില്ലാതെ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തൂർ. ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കേസെടുത്തതിൽ
ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJPയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബീഹാറിൽ രാഹുലിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ വയനാട്ടിൽ കോൺഗ്രസ് MLAക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം. ടി സിദ്ദിഖ് MLAക്ക് എതിരെയാണ് CPM ഇരട്ട വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയത്. ഓണിവയലിലും പെരുമണ്ണയിലും വോട്ടർ ലിസ്റ്റിൽ സിദ്ദിഖിന്റെ പേരുണ്ടെന്നാണ് ആരോപണം. ബീഹാറിൽ ഒരുമിച്ച് നിൽക്കുന്നവർ കേരളത്തിൽ തമ്മിൽ കുത്തുകയാണ്. വിവരങ്ങളുമായി വയനാട് നിന്ന് അർജുൻ PS ഒപ്പം ചേരുന്നു. അതായത് ബീഹാറിൽ വോട്ടുകളിൽ ക്രമക്കേടെന്ന ആരോപണവുമായി രാഹുൽ അവിടെ ഒരു യാത്ര തന്നെ നടത്തുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ വയനാട്ടിൽ കോൺഗ്രസ് MLAക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം വരുന്നത്. ടി സിദ്ദിഖ് MLAക്കെതിരെയാണ്. CPM ആണ് ഇരട്ട വോട്ട് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. അതായത് രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് സിദ്ദിഖിന് എന്നാണ്. അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, വയനാട്ടിലാണ് സംഭവം. MLAക്ക് ഇരട്ട വോട്ടാണ്. ഒരു വശത്ത് ഇരട്ട വോട്ടിനെതിരെയൊക്കെ ഇങ്ങനെ വലിയ പ്രക്ഷോഭം നയിക്കുന്നു കോൺഗ്രസ്, മറുവശത്ത് ഇതാണ് സംഭവിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം സിദ്ദിഖിനെതിരെ ഉയർന്നത്. ഇതിൽ സിദ്ദിഖ് കൃത്യമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു. തനിക്ക് ഇത്തരത്തിൽ ഇരട്ട വോട്ടില്ല എന്നുള്ളതാണ് സിദ്ദിഖിന്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. തനിക്ക് എവിടെയും എത്തിക്കില്ല. ഇതിൽ പ്രധാനമായും ആരോപണം ഉയർന്നു വന്നിട്ടുള്ള ഓണിവയൽ, അതായത് കൽപ്പറ്റയിലെ ഓണിവയലിലും അതായത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ പെരുമണ്ണയിലും, അതായത് കോഴിക്കോട് നിൽക്കുന്ന പെരുമണ്ണയിലുമാണ് ഇത്തരത്തിൽ സിദ്ദിഖിന് വോട്ട് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനമായും CPM അടക്കം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നു. അതായത് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിനെതിരെ, റഫീഖ് അടക്കമുള്ളവർ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബീഹാറിലടക്കം വോട്ട് ചോരി യാത്രയ്ക്ക് BJPക്കെതിരെ വലിയ രീതിയിൽ റാലി അണിനിരന്നപ്പോൾ അതിനെതിരെയൊക്കെ സപ്പോർട്ട് ചെയ്തതും അതിലൊക്കെ റാലിയടക്കം പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, നേതാക്കൾ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇവർക്ക് പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വയനാട്ടിലെത്തുമ്പോൾ സിദ്ദിഖിനെതിരെ, അതായത് സ്വന്തം ഈ ഒരു മുന്നണിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അലയൻസിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം CPM ഉയർത്തുന്നത്. അത്തരത്തിൽ ഉയർത്തുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ടൈപ്പല്ലേ ഇത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നത്. അതായത് വയനാട്ടിലും അല്ലെങ്കിൽ കേരളത്തിൽ ഒരു തരത്തിൽ ഇവർ വിഘടിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, അതായത് മുകളിലേക്ക് പോകുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്നു. ഇവിടെ ഇവർ തമ്മിലുള്ള ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ കൂടി തന്നെ ഇവർ പരസ്പരം കൈകോർക്കുന്നു എന്നുള്ള ഒരു ആരോപണം അടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനാൽ തന്നെയും സിദ്ദിഖ് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രസ് മീറ്റ് വിളിക്കുകയുണ്ടായി, മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിലാണ്, തനിക്ക് ഇത്തരത്തിലുള്ള വോട്ട് ഇല്ല, ഈ 2 സ്ഥലങ്ങളിലും വോട്ടില്ല, ഒരു സ്ഥലത്ത് മാത്രമാണ് വോട്ടുള്ളത്. അത് കൃത്യമായി തന്നെ ഇലക്ടറൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. ശരി, സിദ്ദിഖിന് ഇരട്ട വോട്ടെന്ന ആരോപണം ഉന്നയിക്കുന്നത് CPM ആണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS. ദേശീയ വിഷയങ്ങളിൽ ഡിജിറ്റൽ ടീം പ്രതികരിക്കേണ്ടെന്ന് KPCC. ഡിജിറ്റൽ മീഡിയ ടീമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് KPCC ആണ്. നേതൃയോഗങ്ങളിലാണ് നിർദ്ദേശം നൽകിയത്. നേതൃത്വത്തിൻ്റെ പ്രതികരണം ആവർത്തിച്ചാൽ മതിയെന്നും KPCC നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചെയ്യുന്നു. പ്രശാന്ത്, ഡിജിറ്റൽ ടീമിന് മൂക്കുകയറിടുന്നു, കടിഞ്ഞാണിടുന്നു, നിയന്ത്രണം ഏർപ്പെടുത്തുന്നു KPCC അല്ലേ?
തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. കേരള ഡിജിറ്റൽ ടീമിനെ മൂക്കുകയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രതികരണങ്ങൾ വേണ്ട, അതായത് ദേശീയ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. അതായത് ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ അതിൽ AICC നേതൃത്വമോ അല്ലെങ്കിൽ നേതാക്കളോ പ്രതികരിക്കുന്നത്, ആ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ഷെയർ ചെയ്താൽ മതി. അത് ട്വിറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം പ്രതികരണങ്ങൾ ഷെയർ ചെയ്താൽ മതി, അല്ലാതെ സ്വയം പ്രതികരണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങളിൽ ഈ നിലപാടുമായി, അതായത് ഇത്തരം പ്രതികരണങ്ങളുടെ ആവശ്യം തൽക്കാലം വേണ്ട എന്ന് നിൽക്കുന്നു. എന്നാൽ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ സ്വയം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താം. എന്നിരുന്നാലും ആ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ വിഷയത്തിൽ അത് നേതൃത്വവുമായി കൂടിയാലോചിക്കണം. ഏതൊക്കെയാണോ വിഷയങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്, ആ വിഷയങ്ങളെക്കുറിച്ച് നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രം മതി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരണം നടത്താൻ പാടുള്ളൂ എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ബീഹാർ BD വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെട്ടിലാകുന്ന AICC നേതൃത്വമടക്കം വെട്ടിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നിലയിലേക്ക്, അല്ലെങ്കിൽ ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വേണ്ട, മൂക്കുകയറിടുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ്റെ ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ ബീഹാർ BD വിഷയത്തിൽ മുൻ MLA കൂടിയായ VT ബൽറാമിനെ, അതായത് VT ബൽറാമിന് മാത്രം കുറ്റം ചാരേണ്ട സാഹചര്യമില്ല, VT ബൽറാം കുറ്റക്കാരനല്ല എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെത് ഭാഗത്തായിട്ടുള്ള യാതൊരുവിധ തെറ്റുകളും സംഭവിച്ചിട്ടില്ല. ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില ഏകപക്ഷീയ പ്രതികരണങ്ങളാണ് VT ബൽറാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്, KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KPCC നേതൃത്വം VT ബൽറാമിനെതിരായി യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ബീഹാർ BD വിഷയത്തിൽ ഒരു വലിയ നാണക്കേട് കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടാകുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ, ഇത്തരം സമീപനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ വിഭാഗത്തിന് മൂക്കുകയറിടുന്നു, ദേശീയ വിഷയങ്ങളിൽ പ്രതികരണം നേരിട്ട് വേണ്ട എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട സൈനികർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. BJP സംഘപരിവാർ പ്രവർത്തകർ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൂക്കളമിട്ടും പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു പൂക്കളം നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പല പൂക്കളമിട്ട് ഞങ്ങൾ ഇനിയും പ്രതിഷേധിക്കും എന്ന് പറയുന്നു BJPയും യുവമോർച്ചയും. തീർച്ചയായും കൃഷ്ണ, ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ മായ്ച്ചു കളയാൻ പറഞ്ഞ അതേ ഭരണകൂടത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുഷ്പം കൊണ്ട് എഴുതിക്കൊണ്ടാണ് ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മാത്രമല്ല, മുന്നറിയിപ്പ് കൂടി നൽകി, ഇത്തരം സമീപനങ്ങൾ കാട്ടാളനീതി ആവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് തെരുവോരങ്ങളിൽ തങ്ങൾ പുഷ്പമിട്ടുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് പ്രതിഷേധിക്കുമെന്നും യുവമോർച്ച പറഞ്ഞു. ശക്തമായ രീതിയിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിലെ മുതുവിലാക്കാട് എന്ന സ്ഥലത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെതിരെ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 26ഓളം വരുന്ന പ്രവർത്തകർക്ക് നേരെയും ആ കൂട്ടത്തിൽ 26ഓളം വരുന്ന പ്രദേശവാസികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനടക്കമുള്ളവരുണ്ടായിരുന്നു. അവർക്കെതിരെ അടക്കം കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട്, പുഷ്പം കൊണ്ട് എഴുതിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തങ്ങൾ ഈ നടപടി തുടരുമെന്നും യുവമോർച്ച അറിയിച്ചിട്ടുണ്ട്. ഇത്തരം രാജ്യവിരുദ്ധ, നമുക്ക് അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു വലിയ വൈകാരിക മുഹൂർത്തമാണ്, അല്ലെങ്കിൽ വൈകാരിക അനുഭൂതിയാണ് ഭാരതീയർക്ക് പകർന്നു തന്നത്. കാരണം സിന്ദൂറിനെതിരെ, ഓപ്പറേഷൻ സിന്ദൂർ, തങ്ങളുടെ സിന്ദൂരം മായ്ച്ച തീവ്രവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച കടുത്ത നടപടിയായിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്നത് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ സൈനിക മേധാവി അടക്കമായിരുന്നു. എങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇടത് ജിഹാദി കൂട്ടായ്മകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് സംസ്ഥാന ഭരണകൂടം സ്വീകരിച്ചതെന്നും
യുവമോർച്ച ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടത് ജിഹാദി സഖ്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇത്തരം അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നും അറിയിച്ചു. FIR ഈ പ്രാദേശിക കൂട്ടായ്മ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെ ഈ പൂക്കളമിട്ടവർക്ക് നേരെ എടുത്തിരിക്കുന്ന FIR റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം, ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും യുവമോർച്ച പറഞ്ഞു. അതോടൊപ്പം തന്നെ തുടർന്നും തങ്ങൾ ഇത്തരം നീതി അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള സമീപനങ്ങൾ അത് സംസ്ഥാനത്ത് കേരളത്തിൽ അനുവദിച്ചു തരില്ല എന്നും യുവമോർച്ച പറയുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ രംഗത്ത് വരുന്നത് ഭാരതത്തെ അപമാനിക്കുന്നതാണ്. ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആരും ജാതി ചോദിച്ചും മതം ചോദിച്ച് അരും കൊല ചെയ്ത ആ ധീരദേശാഭിമാനികളെ രക്തസാക്ഷികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങൾ തുടർന്നാൽ വരും ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്നും യുവമോർച്ച അറിയിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂവുകൾ കൊണ്ട് എഴുതിക്കൊണ്ട് തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ നടത്തിയത്. എവിടെയാണോ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഏതെന്നാണോ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, അത് സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പിന് കീഴിൽ എഴുതിക്കൊണ്ട് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലും പൂക്കളം ഇട്ടതിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിക്കുകയാണ് BJPയും യുവമോർച്ചയും സംഘപരിവാർ സംഘടനകളും. വലിയ പ്രതിഷേധമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൂക്കളമിട്ടാണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി BJPയും ഹൈന്ദവ സംഘടനകളും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ജമ്മു കശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ച് സൈന്യം. 3 സൈനികർക്ക് പരിക്കേറ്റു. കുൽഗാം സെക്ടറിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. മേഖലയിൽ കൂടുതൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയാണ് ജമ്മുകശ്മീരിലെ കുൽഗാം സെക്ടറിൽ ഗുഡ്ഡർ വനമേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത്. സൈന്യവും CRPFും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു. 3 സൈനികർക്ക് പരിക്കേറ്റു. മേഖലയിൽ 2-ലധികം ഭീകരർ കൂടി ഉണ്ടെന്നാണ് നിഗമനമെന്നും കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജമ്മുകശ്മീരിൽ മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത മേഖലകളിലും വനപ്രദേശങ്ങളിലും അതിർത്തിയിലും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് നിരീക്ഷണം തുടർന്നു വരികയാണ്. അതേസമയം ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചയാളെ പിടികൂടി. ആർഎസ്പുര സെക്ടറിൽ നിന്ന് പിടികൂടിയ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച സംഘത്തെയും BSF പിടികൂടിയിരുന്നു. ജനം, ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. നാളെ വൈകിട്ട് തന്നെ ഫലം പ്രഖ്യാപിക്കും. 420-ലധികം അംഗങ്ങളുടെ പിന്തുണ ഉള്ളതിനാൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് വിജയം ഉറപ്പാണ്. പാർലമെന്റ് മന്ദിരത്തിൽ നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ് റിട്ടേണിംഗ് ഓഫീസർ. വൈകിട്ട് 6 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ച് ഫലം പ്രഖ്യാപിക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ചേരുന്ന ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. NDA സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ CP രാധാകൃഷ്ണനും പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുപ്രീംകോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയും കക്ഷി നേതാക്കളെയും MP-മാരെയും നേരിൽ കണ്ട് പിന്തുണ തേടി. വോട്ടെടുപ്പിന് മുൻപായി NDAയും ഇന്ത്യ മുന്നണിയും പാർലമെന്റ് അംഗങ്ങളുടെ പ്രത്യേക യോഗങ്ങൾ ചേരുന്നുണ്ട്. ഒഴിവുകൾ മാറ്റി നിർത്തിയാൽ 781 അംഗങ്ങളാണ് വോട്ട് ചെയ്യാനുള്ളത്. ഭൂരിപക്ഷത്തിന് 391 വോട്ടുകൾ വേണം. NDAക്ക് 422 അംഗങ്ങളുണ്ട്. കൂടാതെ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ലഭിക്കുമെന്നതിനാൽ CP രാധാകൃഷ്ണൻ 430 മേൽ വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് 322-നടുത്ത് വോട്ടുകൾ ലഭിച്ചേക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്നും നാളെയും മുഴുവൻ BJP MP-മാരും ഡൽഹിയിലുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. വെള്ളപ്പൊക്ക ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമെത്തും. കനത്ത മഴ കൂടുതൽ നാശം വിതച്ച ഹിമാചലിലെ ധരംശാലയിലാകും മോദി എത്തുക. നാശനഷ്ടങ്ങൾ വിലയിരുത്തും. ഒപ്പം ഉന്നതതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പഞ്ചാബിലെ ഗുർദാസ്പൂരിലാണ് പ്രധാനമന്ത്രി എത്തുക. 48 പേർക്കാണ് പഞ്ചാബിലെ ദുരിതപ്പെയ്ത്തിൽ ജീവൻ നഷ്ടമായത്.
ഇരു സംസ്ഥാനങ്ങളിലും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. ആവശ്യമായ കേന്ദ്ര സഹായം സംബന്ധിച്ചും പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ചും ശുപാർശ നൽകും. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകാൻ കേന്ദ്ര സംഘം നിർദ്ദേശിച്ചിരുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ജോയിന്റ് സെക്രട്ടറി കേണൽ കീർത്തി പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉധംപൂർ, റിയാസി, കത്വ മേഖലകൾ സന്ദർശിച്ചു. ബീഹാറിൽ കോൺഗ്രസ് എംപിയെ തോളിൽ ചുമന്ന് നാട്ടുകാർ. വെള്ളപ്പൊക്ക ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ താരിഖ് അൻവർ എംപിയെയാണ് നാട്ടുകാർ ചുമന്നു നടന്നത്. വെള്ളപ്പൊക്ക മേഖലകളിൽ ചില പ്രദേശങ്ങളിൽ എത്തിയപ്പോഴാണ് എംപി നാട്ടുകാരുടെ ചുമലിൽ കയറിയത്. എംപിയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് ചുമലിൽ കയറിയതെന്നാണ് കോൺഗ്രസിന്റെ ന്യായീകരണം. എന്നാൽ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെ BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എംപിയുടെ മടിയാണ് ഇതിന് കാരണമെന്ന് BJP ആരോപിച്ചു. ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് ഭാരതത്തിലെത്തും. ഭാരതവും ഇസ്രയേലും തമ്മിലുള്ള നിക്ഷേപക ഉടമ്പടി സന്ദർശനവേളയിൽ ഒപ്പുവയ്ക്കും. ഈ ഉടമ്പടിയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനും തുടക്കമാകും. 3 ദിവസത്തെ ഭാരത സന്ദർശനത്തിനായാണ് സ്മോട്രിച്ച് ഭാരതത്തിലെത്തിയത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ ഖട്ടർ എന്നിവരുമായി ഇസ്രയേൽ ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വർഷം ഭാരതം സന്ദർശിക്കുന്ന 4ാമത്തെ ഇസ്രയേൽ മന്ത്രിയാണ് സ്മോട്രിച്ച്. മലപ്പുറം തിരൂർ ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തിഗാനം പാടിയതിനെ എതിർത്തവർ അതേ പഞ്ചായത്തിൽ സർക്കാർ ചടങ്ങായ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇസ്ലാം ആചാരപ്രകാരം സ്വലാത്ത് ചൊല്ലി. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ SDPI CPM കൂട്ടുകെട്ട് തുറന്നുകാട്ടുന്നതായിരുന്നു ചടങ്ങ്. SDPI നേതാവ് കരീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനിയാണ്. ജനം ബ്രേക്കിംഗ്. തൃപ്രങ്ങോട് പഞ്ചായത്തിലെ ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിൽ പാടിയ ദേശഭക്തി ഗാനം ആണ് ഇത്. പൂർണ്ണമായും രാഷ്ട്രത്തെ സേവിക്കുന്ന ഈ വരികൾക്കെതിരെ SDPIയും CPMും ഒരുമിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇരു പാർട്ടികളുടെയും ഭീഷണിക്ക് മുൻപിൽ സ്കൂൾ പ്രിൻസിപ്പലിന് നടപടിയെടുക്കും എന്ന് എഴുതി നൽകേണ്ടിയും വന്നു. CPM ഭരിക്കുന്ന ഇതേ പഞ്ചായത്തിലാണ് സർക്കാർ ചടങ്ങ് മതപരിപാടിയാക്കി മാറ്റിയത്. റോഡ് കോൺക്രീറ്റിന്റെയും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനമാണ് ദിക്കർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും നിർവഹിച്ചത്. ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ ശാലിനിയാണ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വാഗതം പറഞ്ഞത് പ്രദേശത്തെ SDPI നേതാവ് കരീം. എന്തായാലും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചോളും. അതുപോലെ തന്നെ ഇത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. SDPI CPM കൂട്ടുകെട്ടിന്റെ കൃത്യമായ തെളിവായിരുന്നു ഈ സർക്കാർ പരിപാടി. പരമപവിത്രമിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗാനം കുട്ടികൾ സ്കൂളിൽ ആലപിച്ചതിന് എതിരെ പ്രതിഷേധിച്ചവരാണ് ഒരുമിച്ച് ദിക്കർ ചൊല്ലി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ 1 മാസത്തിനിടെ മാത്രം 5 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമടഞ്ഞത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയായി തുടരുന്നു. ഇന്നും ഒരു മരണം സംഭവിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി ശോഭനയാണ് മരിച്ചത്.
ഈ മാസം 4-നാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. അന്നു തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. 2 ദിവസം മുൻപ് വയനാട് സ്വദേശിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. 1 മാസത്തിനിടെ മാത്രം 5 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 മരണം സംഭവിച്ചു. നിലവിൽ 9 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 2 കുട്ടികളും 7 മുതിർന്നവരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മലബാർ ജില്ലകളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായി ഫലം ചെയ്യുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ആരോഗ്യ വകുപ്പും. ജനം, കോഴിക്കോട്. ഓണനാളുകളിൽ മലയാളികൾ കുടിച്ചു തീർത്തത് 920 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9.34% വർധന. അത്തം മുതൽ 3-ാം ഓണം വരെയുള്ള കണക്കാണിത്. ഓണനാളിലെ മലയാളിയുടെ മദ്യപാനം ഇക്കുറി സർവകാല റെക്കോർഡിലാണ്. ഓണം കുടിച്ചു തീർത്തത് 920.74 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇത് 824.07 കോടി രൂപയായിരുന്നു. 9.34% വർധനയാണ് രേഖപ്പെടുത്തിയത്. അത്തം മുതൽ 3-ാം ഓണം വരെയുള്ള കണക്കാണിത്. തിരുവോണ ദിവസം മദ്യശാലകൾ തുറന്നിരുന്നില്ല. അവിട്ടം ദിനമായ ശനിയാഴ്ച മാത്രം വിറ്റത് 94.36 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഇത് 65.25 കോടി രൂപയായിരുന്നു. 1-ാം ഓണ ദിവസം 137.64 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. ആദ്യ ദിവസങ്ങളിൽ വിൽപ്പന മന്ദഗതിയിലായിരുന്നെങ്കിലും പിന്നീട് പൊടിപൊടിക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിലെ വിൽപ്പന 426.8 കോടി രൂപയായിരുന്നു. തുടർന്ന് 5 ദിവസങ്ങളിലായി 500 കോടി രൂപയിലെത്തി. 29-30 ദിവസങ്ങളിലായി വലിയ കച്ചവടമാണ് നടന്നത്. ജനം, തിരുവനന്തപുരം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലിക്കളി ഇന്ന്. വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തുടങ്ങി. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികൾ ഇന്ന് വൈകുന്നേരം തൃശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും. പമ്പയാറ്റിലെ ജലപൂരത്തിന് 1 നാൾ കൂടി മാത്രം. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളം കളി നാളെയാണ്. 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ആറന്മുളയിൽ ഓണ ആഘോഷങ്ങളും ഓണ ആരവങ്ങളും അവസാനിക്കുന്നില്ല. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിലൊന്നായ ഉത്രട്ടാതി ജലമേളയ്ക്കായി ആറന്മുള ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആറന്മുളയുടെ സംസ്കാരവും ചരിത്രവും പൈതൃകവും പെരുമയുമെല്ലാം പള്ളിയോടങ്ങളാണ്. തിരുവാറന്മുളയപ്പന്റെ അദൃശ്യ സാന്നിധ്യം പേർന്ന പള്ളിയോടങ്ങൾ പുണ്യപമ്പയുടെ വിരിമാറിൽ ജലകേളി നടത്തുന്ന ഉത്രട്ടാതി വള്ളംകളി നാളെ നടക്കും. 52 കരകളുടെ പ്രതിനിധികളായി 52 പള്ളിയോടങ്ങൾ കുതിച്ചു പായുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ നാട്. നാളെ പുലർച്ചെ 6 മണിക്ക് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപ ഘോഷയാത്ര സത്രം കടവിലേക്ക് പുറപ്പെടും. ഫിനിഷിംഗ് പോയിന്റായ സത്രം കടവിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടെ ജലമേളയ്ക്ക് ആരംഭമാവും. 10 മണിക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ പതാക ഉയർത്തും. വള്ളംകളി വീക്ഷിക്കാൻ ചലച്ചിത്രതാരം ജയസൂര്യ ഉൾപ്പെടെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ എത്തിച്ചേരും. മുഴുവൻ പള്ളിയോടങ്ങളും അണിനിരക്കുന്ന ജലഘോഷയാത്രയും കാഴ്ചയ്ക്ക് മിഴിവേകും. ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സര വള്ളംകളി ആരംഭിക്കും. ജലമേളയ്ക്കായിട്ട് ഇക്കുറി 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിലെ 35 എണ്ണം എ ഗ്രൂപ്പിലും 17 എണ്ണം ബി ഗ്രൂപ്പിലുമായിട്ടായിരിക്കും ചേരുക. ഉച്ചയ്ക്ക് 1:15 വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുകയും 1:30 ജലമേളയോടനുബന്ധിച്ച യോഗം സമ്മേളനം നടക്കുകയും ചെയ്യും. മത്സര വള്ളംകളിക്ക് ഇക്കുറി സമയമാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് സമയം ഓരോ പള്ളിയോടത്തിൻ്റെയും നിശ്ചയിക്കുകയും ഏറ്റവും കുറവ് സമയമെടുത്ത് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന പള്ളിയോടത്തെ 4 എണ്ണത്തെ ഫൈനൽ മത്സരത്തിനും അടുത്ത 4 പള്ളിയോടങ്ങളെ
ലൂസേഴ്സ് ഫൈനലിലും ഇപ്രകാരം എയിലും ബിയിലും പ്രത്യേകമായി മത്സരിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്ത് വിജയിക്കുന്ന പള്ളികളെ 1ാം സ്ഥാനം 2ാം സ്ഥാനവും നൽകുന്നു. എ ബാച്ചിലും ബി ബാച്ചിലും പെട്ട ഏറ്റവും 1ാം സ്ഥാനത്ത് വരുന്ന പള്ളിയോടങ്ങൾക്ക് മന്നം ട്രോഫിയും അതുപോലെ മറ്റ് ഏജൻസികൾ ഏർപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ്, ജില്ലാ പഞ്ചായത്ത്, സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയവ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന ട്രോഫികളും നൽകുന്നതാണ്. 52 പള്ളിയോടങ്ങളിൽ 35 എ ഗ്രൂപ്പിലും 17 ബി ഗ്രൂപ്പിലുമാണ് മത്സരിക്കുക. ഇരുവിഭാഗങ്ങളിലെയും ജേതാക്കൾക്ക് മന്നം ട്രോഫി കരസ്ഥമാക്കാം. പുറത്തുനിന്നെത്തുന്ന തുഴച്ചിൽക്കാർക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്രട്ടാതി ജലമേള പൂർത്തിയാകുന്നതോടെയാണ് 1 മാസത്തോളം നീണ്ടുനിന്ന ആറന്മുളയുടെ ഓണാഘോഷത്തിനും പരിസമാപ്തിയാവുന്നത്. പമ്പാനദിയുടെ ഓളങ്ങളിൽ പള്ളിയോടങ്ങൾ പായാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയിൽ ഭക്തിയും ആഘോഷവും ആചാരവും ഒന്നിച്ച് ഇഴചേരുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആറന്മുള. ആറന്മുളയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം ഗോകുൽ രമേശ്, ജനം. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.